ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നിലവിൽ ഒരു സുപ്രധാന തിരുത്തൽ ഘട്ടം നേരിടുകയാണ്. അടുത്തിടെ പ്രാദേശികവും ആഗോളവുമായ സാമ്പത്തിക, ഭൗമരാഷ്ട്രീയ ഘടകങ്ങളാൽ നിഫ്റ്റി 50 സൂചികയിലെ നിരവധി പ്രധാന മേഖലകളെ ബാധിച്ചു. പ്രത്യേകിച്ച് ഊർജ്ജം, വാഹന, ഉപഭോക്തൃ സ്റ്റേപ്പിൾസ്, പൊതുമേഖലാ സംരംഭങ്ങൾ തുടങ്ങിയ മേഖലകളിൽ 52 ആഴ്ചയുടെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് 10% മുതൽ കൂടുതലായാണ് ഓഹരികളുടെ മൂല്യം ഇടിഞ്ഞിരിക്കുന്നത്. പുറത്തുനിന്നുള്ള നിക്ഷേപകരുടെ ഒഴുക്ക്, ആഗോള അനിശ്ചിതത്വങ്ങൾ, വരുമാന ഫലങ്ങൾ എന്നിവ ഈ തിരുത്തലിന്റെ പ്രധാന കാരണം ആയിട്ടുണ്ട്. വാഹനമേഖലയിൽ ഉയർന്ന ഇൻപുട്ട് ചെലവുകൾ, പലിശ നിരക്ക് വർധന, ഉപഭോക്തൃ ഡിമാൻഡ് ദുർബലവാക്കലുകൾ എന്നിവയുടെ സംയോജനത്താൽ വിപണി തിരുത്തലുകൾ പ്രകടമായിട്ടുണ്ട്. പ്രധാനമായും ഓട്ടോ സെക്ടർ സ്റ്റോക്കുകളിലാണ് തിരുത്തലുകൾ കാണാൻ കഴിയുന്നത്. നിഫ്റ്റി ഓട്ടോ സ്റ്റോക്കുകൾ. നിഫ്റ്റി ഓട്ടോ സ്റ്റോക്കുകൾക്ക് വിപണി മൂലധനത്തിൽ ഏകദേശം 6 ലക്ഷം കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു. 2023 ഒക്ടോബർ മുതൽ 2024 സെപ്റ്റംബർ വരെ ഓട്ടോ സ്റ്റോക്കുകളിൽ കാണപ്പെട്ട നിരന്തരമായ റാലി, അതിനുശേഷം ബ്രോക്കറേജുകളുടെ ലാഭം കുറയുന്നതിനാൽ വിപണിയിൽ അനിശ്ചിതത്വം വർദ്ധിക്കുകയും ഇത് നിക്ഷേപകരെ ലാഭം പൂട്ടാനും വിറ്റഴിക്കലുകൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തു. നിഫ്റ്റി ഓട്ടോ കമ്പനികളുടെയും സംയുക്ത വിപണി മൂലധനം 26.74 ലക്ഷം കോടി രൂപയിൽ നിന്ന് 20.95 ലക്ഷം കോടി രൂപ ആയി കുറഞ്ഞു. ഇത് 5.79 ലക്ഷം കോടി രൂപയുടെ ഇടിവ് രേഖപ്പെടുത്തി. വാഹനമേഖലയിലെ ദുർബലമായ നഗര ഉപഭോക്തൃ ഡിമാൻഡ്, ഉയർന്ന ഇൻവെന്ററി ലെവലുകൾ, യുവി വിൽപ്പനയിലെ ഇടിവ്, എൻട്രി ലെവൽ കാർ സെഗ്മെന്റുകളിൽ ഉള്ള ബലഹീനത തുടങ്ങിയ ഘടകങ്ങൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ തന്നെ ബാധിച്ചു. ഒക്ടോബറിൽ 14 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തിച്ച റീറ്റെയിൽ പണപ്പെരുപ്പം വിപണി അനിശ്ചിതത്വങ്ങൾ കൂട്ടി. നഗരവിൽപ്പനയിൽ മാന്ദ്യം കൂടി രൂക്ഷമായതായി ആശങ്കകൾ ഉയർന്നു. 2025 സാമ്പത്തിക വർഷത്തിൽ RBI നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകളുടെ കുറവ് നിരക്ക് സെൻസിറ്റീവ് ആയ വാഹന മേഖലയെ സമ്മർദ്ദത്തിലാക്കി. ഫലമായി നിഫ്റ്റി ഓട്ടോ സൂചിക ഒക്ടോബറിൽ 13% ഇടിഞ്ഞു. നവംബർ വരെ തിരുത്തൽ നീണ്ടു. ഇതുവരെ 2.6% ഇടിവുമായി സൂചിക 27,696 എന്ന ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് 17.24% താഴ്ന്നു. ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, മാരുതി സുസുക്കി എന്നിവിടങ്ങളിൽ മികച്ച പ്രകടനവും പിന്നീട് അതിന്റെ മൂല്യത്തിൽ സംഭവിച്ച വലിയ ഇടിവുകളും ശ്രദ്ധേയമാണ്. ടാറ്റ മോട്ടോഴ്സിന്റെ വിപണി മൂലധനം 4.33 ലക്ഷം കോടി രൂപയിൽ നിന്ന് 1.48 ലക്ഷം കോടി രൂപ കുറഞ്ഞു. ബജാജ് ഓട്ടോയുടെ വിപണി മൂലധനം 3.56 ലക്ഷം കോടി രൂപയിൽ നിന്ന് 92,000 കോടി രൂപ നഷ്ടപ്പെട്ടു. മാരുതി സുസുക്കി 4.3 ലക്ഷം കോടി രൂപയിൽ നിന്ന് 84,000 കോടി രൂപ കുറവിലാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂചികയിലെ 15 ഘടകങ്ങളിൽ 14 ഓഹരികൾ അവരുടെ 52 ആഴ്ചയിലെ ഉയർന്ന നിരക്കിൽ നിന്ന് 13% മുതൽ 34.3% വരെ ഇടിഞ്ഞു. ഈ ഓഹരികൾ അവയുടെ വിപണി മൂലധനത്തിന് വലിയ നഷ്ടം കാണുന്നുണ്ട്. ഏകദേശം 5.79 ലക്ഷം കോടി രൂപയുടെ വ്യത്യാസം രേഖപ്പെടുത്തി. വിപണി ഇടിയാൻ കാരണം. 2024 ഓഗസ്റ്റിൽ വിദേശ സ്ഥാപന നിക്ഷേപകർ 1.14 ട്രില്യൺ രൂപ വിലവെച്ച ഇന്ത്യൻ ഓഹരികൾ വിറ്റഴിച്ചതാണ് വിപണിയിൽ കുത്തനെ ഇടിവിന്റെ പ്രധാന കാരണം. ഇത് 2020 മാർച്ചിൽ കോവിഡിനെ തുടർന്ന് ഉണ്ടായ വിപണി തകർച്ചയ്ക്കു ശേഷം FIകൾ നടത്തിയ ഏറ്റവും വലിയ പിൻവലിക്കൽ ആയിരിക്കും. 2024 മെയ് മാസത്തിൽ അവർ പൊതുതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മുന്നോട്ട് വെച്ച് 42,200 കോടി രൂപയുടെ ഓഹരികൾ പിൻവലിച്ചിരുന്നു. വിദേശ നിക്ഷേപകരുടെ ഈ വലിയ വിറ്റഴിക്കലുകൾ ഇന്ത്യൻ വിപണിയിൽ നിന്നുള്ള ഒഴുക്ക് കൂടിയതോടെ അനിശ്ചിതത്വവും മാന്ദ്യപ്രവണതയും വർദ്ധിപ്പിച്ചു. ഇത് സ്റ്റോക്ക് വിപണിയിൽ വലിയ തിരിച്ചുവരവിനെയും അസ്ഥിരതയും കാരണമായി. പ്രഡിക്ഷൻ. ഓട്ടോ സെക്ടർ സ്റ്റോക്കുകൾ അടുത്ത കുറച്ച് മാസങ്ങളായി കൂടുതൽ തിരുത്തലുകൾ നേരിടാമെന്ന പ്രവചനമുണ്ട്. പ്രത്യേകിച്ച് നിലവിലെ അനിശ്ചിതത്വവും വിപണിയിലെ ഉയർന്ന ചെലവുകളും കാരണം. തുടർന്നുള്ള മാസങ്ങളിൽ പലിശ നിരക്കുകളിൽ ഉയർച്ച, അധിക ഇൻപുട്ട് ചെലവുകൾ, ഉപഭോക്തൃ ഡിമാൻഡ് ദുർബല തുടങ്ങിയ ഘടകങ്ങൾ ഓട്ടോ കമ്പനികളുടെ ലാഭപ്രവൃത്തി സംബന്ധിച്ച ആശങ്കകൾ കൂട്ടിച്ചേർക്കും. എന്നാൽ ദീർഘകാല വർത്തമാനത്തിലും വൈദ്യുത വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയ മാറ്റങ്ങളും സാങ്കേതികവിദ്യയുടെ വളർച്ചയും ഓട്ടോ മേഖലയുടെ പുതിയ സാധ്യതകൾക്കുള്ള വഴികൾ തുറക്കും. കൺക്ലൂഷൻ. ഇന്ത്യൻ ഓട്ടോ മേഖല ഇപ്പോൾ വിപണിയിലെ ഏറ്റവും വലിയ തിരുത്തലുകൾ അനുഭവിക്കുന്നു. ഉയർന്ന ഇൻപുട്ട് ചെലവുകൾ, പലിശ നിരക്ക് വർധന,
നഗര ഉപഭോക്തൃ ഡിമാൻഡിലെ ദുർബലത, വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ, കൂടാതെ വൈദ്യുത വാഹനങ്ങളിലേക്കുള്ള സുതാര്യമായ മാറ്റം തുടങ്ങിയ അനിശ്ചിതത്വങ്ങൾ ഓട്ടോ സ്റ്റോക്കുകളുടെ വിലയിൽ വലിയ ഇടിവുകളിലേക്ക് നയിച്ചു. 2024 ഒക്ടോബറിലെ സാമ്പത്തിക സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് വിദേശ നിക്ഷേപകരുടെ വിപണി ഒഴുക്ക്, ഈ തിരുത്തലിന്റെ പ്രധാന കാരണം ആയിരുന്നു. ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, മാരുതി സുസുക്കി തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ വിപണി മൂലധനത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുകയും നിഫ്റ്റി ഓട്ടോ സൂചികയിൽ 5.79 ലക്ഷം കോടി രൂപയുടെ ഇടിവ് രേഖപ്പെടുകയും ചെയ്തു. Thank you.